നമസ്കാരം. പണ്ട് മുതലേ ഉള്ള നിലപാടാണ്, പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 40 വർഷമായിട്ടുണ്ടാവും, പ്രേക്ഷകർക്ക് അവതാരകനേക്കാൾ കൂടുതൽ വിവരവും അറിവും ഉണ്ട് എന്നുള്ള തികഞ്ഞ ബോധ്യത്തിലാണ് മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. വേറെ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കാനാണ് ആലോചിച്ചിരുന്നത്. പക്ഷേ ഇന്നലത്തെ എപ്പിസോഡിനുള്ള 3 പ്രതികരണങ്ങൾ അത് കണ്ടപ്പോൾ അതാവാം ഇന്നത്തെ പ്രധാന വിഷയം എന്ന് ആലോചിച്ചു. കാരണം എന്താണ്? ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രേക്ഷകരാണ് വലുത്. കൺസ്യൂമർ ഇസ് ദ കിങ് എന്ന് പറയുന്നത് പോലെ പ്രേക്ഷകരാണ് വലുത്. പ്രേക്ഷകർ പറയുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെതായ ആദരവ്, ബഹുമാനം നൽകണം. ആ അർത്ഥത്തിൽ 3 കത്തുകൾ, ഒരുപാട് കത്തുകളുണ്ട്, 3 കത്തുകൾ, 3 പ്രതികരണങ്ങൾ എടുക്കുകയാണ്. സ്ഥിരം പ്രേക്ഷകനാണ് വിശ്വനാഥൻ സുബ്രഹ്മണ്യൻ. നീണ്ട കത്താണ്. അദ്ദേഹം പല അർത്ഥത്തിലാണ്, ദ്വയാർത്ഥത്തിലാണ് അദ്ദേഹം പലതും എഴുതുന്നത്. താങ്കളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടാണ്. താങ്കളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ആ സമയത്ത് അദാനിയോടൊന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏറ്റവും വലിയ ഒരു കപ്പൽശാല പണിയുമായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഒരു ഇമെയിൽ അദാനിക്ക് അയച്ചാൽ തലസ്ഥാനത്ത് കപ്പൽശാല വരും എന്നാണ് അദ്ദേഹം കരുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ അത്ര ലളിതമായിട്ടാണ് ഞങ്ങൾ ഈ വിഷയങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം കരുതുന്നത്. അദ്ദേഹം വളരെ ഗൗരവത്തിലാണ് പറയുന്നതെങ്കിൽ ഇത് ഒത്തിരി സന്നാഹങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ഒരു വിഷയമാണ്. പോർട്ട് പോലെ തന്നെയാണ്. വെറുതെ ഒരു ബൈക്ക് മേടിച്ചുകൊണ്ട് വന്ന് ഓടിച്ച് റോഡിൽ കൂടെ അങ്ങ് കൊണ്ടുപോകുന്ന കലാപരിപാടി അല്ല ഇത്. ഇതെല്ലാം അറിയുന്ന ആളാണ് വിശ്വനാഥൻ സുബ്രഹ്മണ്യൻ എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്നാലും ഇതൊന്നും അറിഞ്ഞുകൂടാതെ സെയിലിംഗ് കമന്ററിയുടെ തുടക്കക്കാർ ആരെങ്കിലും പുതുതായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു കപ്പൽശാല വരണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഭൗതിക സാഹചര്യം ഒരുക്കി കൊടുക്കണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ള ഒരു പോർട്ട് മാത്രമേ ഉള്ളൂ. പുറംകടലിൽ കുറച്ച് കപ്പലുണ്ട്. 500 കപ്പലുകൾ വന്നുപോയ ഒരു സാഹചര്യമുണ്ട്. 10,000 കപ്പലുകൾ വരാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ഈ പശ്ചാത്തലത്തിൽ മറ്റ് സൗകര്യങ്ങൾ, NH കണക്ടിവിറ്റി, റെയിൽവേ കണക്ടിവിറ്റി, ലാൻഡ് അക്വിസിഷൻ, വാട്ടർ, ഇലക്ട്രിസിറ്റി, വലിയൊരു ഇക്കോസിസ്റ്റം രൂപപ്പെടുത്തി കൊടുത്താൽ മാത്രമേ അദാനിക്കോ അംബാനിക്കോ അതുപോലുള്ള ആർക്കും കപ്പൽശാല പോലുള്ള വൻ പ്രൊജക്ടുകൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആരെങ്കിലും പോയി അദാനിക്ക് ഒരു കത്തെഴുതുകയോ ഒരു ഇമെയിൽ അയക്കുകയോ ഒരു ഫോൺ ചെയ്ത് പറയുകയോ ചെയ്താൽ കപ്പൽശാല സംഭവിക്കില്ല എന്നെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ് ശ്രീ വിശ്വനാഥൻ സുബ്രഹ്മണ്യൻ എന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ വിശ്വാസം. അദ്ദേഹത്തിന്റെ വലിയ പ്രതികരണമാണ്. അദ്ദേഹത്തിന് ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ? അദാനിക്കും അവിടെ ഫീസിബിൾ അല്ല എന്ന് തോന്നിയിട്ടുണ്ടാകും. പണ്ട് കുറെ ദുബായ്ക്കാർ ഇവിടെ വന്നിരുന്നു. ട്രിവാൻഡ്രം തുറമുഖം ഫീസിബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടി വന്നിട്ട് അവർക്ക് ഒട്ടും ഫീസിബിൾ ആയില്ല. 10-30 കൊല്ലം മുമ്പുള്ള കഥയാണ് പറയുന്നത്. ഫീസിബിൾ ആകാതെയാണ് അവര് തിരികെ പോയി മറ്റൊരു ഇന്റർനാഷണൽ പോർട്ട് എടുത്തത്. ഇന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ ഏത് പ്രൊജക്റ്റാണ് ഫീസിബിൾ എന്ന്. ഇപ്പോ ശ്രീ വിശ്വനാഥൻ സുബ്രഹ്മണ്യന് മനസ്സിലാവുന്നുണ്ടല്ലോ. അതുപോലെ കപ്പൽശാല ഇന്ന് ചിലർക്ക് ഫീസിബിൾ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്ന്, ഫീസിബിൾ ആണെന്ന് തോന്നാൻ കുറച്ച് വൈകും. അതുവരെ ക്ഷമയോടെ പൊരുതാൻ ഞങ്ങൾ തയ്യാറാണ്. പിന്നെ ഈ രാജ്യദ്രോഹം എന്ന വാക്ക് ഇതിനു മുമ്പ് ആ സമരക്കാരെ വിളിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഇന്ന് ഈ സന്ദർഭത്തിൽ വേറൊരു മാന്യദേഹത്തെ വിളിക്കുന്നു. ഞാനൊരു മാന്യദേഹത്തെ വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ നമ്മുടെ സിനിമയിൽ പറയാറില്ലേ, ഇതിൽ പറയുന്ന കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ഏതെങ്കിലും വ്യക്തിയോടോ സന്ദർഭത്തോടോ സാമ്യമുള്ളതായി തോന്നിയാൽ അത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. സെയിലിംഗ് കമന്ററി പറഞ്ഞത് എന്താണ്? അദാനി ഗ്രൂപ്പ് 7 കപ്പൽ നിർമ്മിക്കുവാൻ ഇന്ത്യയിലെയും വിദേശത്തെയും പല കപ്പൽ കമ്പനികളെയും സമീപിച്ചു. ആ കപ്പൽ കമ്പനികളോട് എല്ലാമായിരുന്നു
സെയിലിംഗ് കമന്ററിയുടെ വിമർശനം. ഇന്ത്യയിൽ അത്തരം കപ്പലുകൾ ഇനിയും നിർമ്മിക്കാൻ കഴിയില്ലാതെ അതിന് അനുയോജ്യമായ പോർട്ടുകൾ, അതിന് അനുയോജ്യമായ കപ്പൽശാലകൾ നിർമ്മിക്കാൻ അനുവദിക്കാതെ തടസ്സം നിൽക്കുന്ന എല്ലാ കപ്പൽശാലകളെ കുറിച്ചാണ് ഇന്നലെ സെയിലിംഗ് കമന്ററി പറഞ്ഞത്. അല്ലാതെ ഏതെങ്കിലും ഒരു മാന്യദേഹത്തെ പേരെടുത്ത് സെയിലിംഗ് കമന്ററി പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആരെയാണ് ശ്രീ വിശ്വനാഥൻ സുബ്രഹ്മണ്യൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ല. വിഴിഞ്ഞത്തിന് വേണ്ടി പ്രവർത്തിക്കാത്തവർ എല്ലാം രാജ്യദ്രോഹികൾ എന്നാണോ? ഒരിക്കലും അങ്ങനെ ഒരു നിലപാടില്ല, അങ്ങനെ ഒരു അഭിപ്രായവുമില്ല. കാരണം എന്താണ്? എല്ലാവർക്കും ഇത്തരം വിഷയങ്ങളിൽ ദൈനംദിനം ഇടപെടാൻ കഴിയില്ല. കാരണം എന്താണ്? എല്ലാവരും ആടും ഒട്ടകവും ആട്ടിടയന്മാരുമായിട്ടുമൊക്കെ ജീവിക്കാൻ വിധിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് അവർക്കൊക്കെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുക? അങ്ങനെ അത്തരം വിഷയങ്ങളിൽ ഇടപെടാതിരുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ വിഴിഞ്ഞം തുറമുഖത്തെ എതിർത്തവർ, അവർ പ്രവർത്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എതിർത്താൽ അവരെന്താണ് ചെയ്യേണ്ടത്? അവരെ 100 മടങ്ങ് രാജ്യദ്രോഹികളെന്ന് പറയണം. പ്രത്യേകിച്ച് പോസ്റ്റർ ഒട്ടിച്ചവര് വ്യക്തമായി ചരിത്രത്തിൽ സ്ഥാനം നേടി ഞങ്ങൾ തുറമുഖം തകർക്കാൻ മുന്നിട്ടിറങ്ങിയവരാണ് എന്ന് സംസ്ഥാനത്തിന്റെ നെഞ്ചത്ത് പലയിടത്തും ഒട്ടിച്ചു വെച്ച പോസ്റ്റർ ഉണ്ടല്ലോ. ആ പോസ്റ്റർ ഒട്ടിച്ചവരെല്ലാവരും കുലദ്രോഹികളാണ്. രാജ്യദ്രോഹികൾ മാത്രമല്ല, കുലദ്രോഹികൾ കൂടിയാണ്. കാരണം എന്താണ്? രാജ്യത്തെ ആദ്യത്തെ തുറമുഖമാണ്, ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്. ശ്രീ രാഹുൽ ഗോർ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഞങ്ങൾ പ്രവർത്തിച്ചത് ആർക്ക് വേണ്ടിയാണ്? ഈ രാജ്യത്തെ ഓരോ പൗരന് വേണ്ടിയാണ്. രാഹുൽ ഗോർ എന്ന് പറയുന്ന നാവികൻ ഏത് സംസ്ഥാനത്തുള്ളതാണെന്ന് എനിക്കറിയില്ല. ഇവിടെ വന്ന ക്ലോഡ് ജിറാഡെ എന്ന് പറയുന്ന ഒരു കപ്പൽ ജെറ്റ് സർവീസിന് മുന്നോടിയായിട്ട് ഒരു ട്രയൽ സർവീസിന് വന്ന കപ്പലാണ് ക്ലോഡ് ജിറാഡെ. അദ്ദേഹം വന്ന ഉടനെ നൽകിയ ഒരു അഭിപ്രായം, അവരൊക്കെ കപ്പലിൽ നാവികരായിട്ട് പോകുമ്പോൾ നാണക്കേട് കൊണ്ട് ചൂളിപ്പോയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എന്താണ്? സിംഗപ്പൂരിൽ പോകുമ്പോഴും കൊളംബോയിൽ പോകുമ്പോഴും ദുബായിൽ പോകുമ്പോഴും റോട്ടർഡാമിൽ പോകുമ്പോഴും ഹാംബർഗിൽ പോകുമ്പോഴും ഒക്കെ സഹപ്രവർത്തകരും ആ രാജ്യക്കാരും അവരെ കളിയാക്കാറുണ്ടായിരുന്നു അത്രേ. നിങ്ങളുടെ രാജ്യത്ത് ഇതുപോലെ ഒരു പോർട്ടുണ്ടോ എന്നുള്ള ചോദ്യം 100 തവണ രാഹുൽ ഗോർ കേട്ടിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനത്തിൽ വളരെ അഭിമാനത്തോടെ എന്റെ രാജ്യത്തിനും നിങ്ങൾക്ക് തുല്യമായ പോർട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ലോഡ് ജിറാഡയിൽ ഇവിടെ വന്ന് മടങ്ങിയത്. അങ്ങനെ രാജ്യത്തുള്ള ഓരോ പൗരനും, ഇനി ജനിക്കാനിരിക്കുന്ന ഓരോ പൗരനും വേണ്ടിയാണ് ഞങ്ങൾ പോരാടി ഈ തുറമുഖത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. അപ്പൊ അങ്ങനെ പ്രവർത്തിച്ചവരെ അഭിനന്ദിക്കുമ്പോൾ പ്രവർത്തിക്കാതിരുന്നവരെ ഞങ്ങൾ അവഹേളിക്കുന്നില്ല. പകരം പാര വെച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചവരെ ഒരു കാരണവശാലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആവർത്തിച്ച് രാജ്യദ്രോഹി എന്ന പദം ഉപയോഗിക്കേണ്ടി വരുന്നത്. ഒരു കാര്യം ഓർക്കുക, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് പൂവാറിൽ തുടങ്ങിയാലും വയബിൾ ആൻഡ് ഫീസിബിൾ ആണെങ്കിൽ അവിടെ തന്നെ തുടങ്ങിയേനെ. ഇദ്ദേഹത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ഈ തുറമുഖം വരണം, തുറമുഖം വന്നതുപോലെ കപ്പൽശാലയും വരണം. കാരണം എന്താണ്? കപ്പൽശാല ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഓട്ടോറിക്ഷ കപ്പലുകൾ നിർമ്മിക്കലല്ല. അങ്ങനെ രാജ്യത്ത് അങ്ങനെ ഒരു കപ്പൽശാല ഇന്ന് നിലവിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല. ഈ പറയുന്ന 4000-ഉം 5000-ഉം 4 ലക്ഷവും 5 ലക്ഷവും കേവ് ഭാരമുള്ള 5 ലക്ഷവും ടൺ കേവ് ഭാരവുമുള്ള കപ്പലുകൾ ലോകത്തിന് ആവശ്യമുള്ളപ്പോൾ അവ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു കപ്പൽശാല ഇന്ന് ഇന്ത്യക്കില്ല. മാത്രമല്ല ഏറ്റവും അനുയോജ്യമായ ഒരു ലൊക്കേഷനാണെന്നും മാരിടൈം ഇക്കോണമിയുടെ നാളത്തെ അടുത്തത് ഇന്ന് പറയാനിരുന്ന സ്റ്റോറി അതാണത്. നാളെയോ മറ്റന്നാളോ അവതരിപ്പിക്കാം. ഏറ്റവും അനുയോജ്യമായ ഒരു ഇക്കോസിസ്റ്റം രൂപം കൊള്ളുന്ന ഈ പ്രദേശത്താണ് ഏറ്റവും മികച്ച, ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരു കപ്പൽശാലയിലൂടെ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന വിധത്തിൽ വളർത്തുവാനും ഇവിടെയുള്ള ചെറുപ്പക്കാർ ഒട്ടകവും ആടുകളുമായി നാണം കെടാതിരിക്കുവാനും അത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ ആവശ്യമുണ്ടെന്നാണ് എനിക്ക് ശ്രീ വിശ്വനാഥൻ സുബ്രഹ്മണ്യത്തോട് എല്ലാ ബഹുമാനത്തോടെയും പറയുവാനുള്ളത്. ഇത് അദ്ദേഹം മാത്രം എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കില്ല. അല്ലാതെ അദ്ദേഹത്തിന് പൊളിറ്റിക്സ് ഒന്നുമില്ല. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്, അദ്ദേഹത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിന്റെ പിന്നിൽ വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ട്. ശ്രീ അച്യുതാനന്ദൻ പറയുന്നത് പോലെ
ശക്തവുമായ പോളിറ്റിക്സ് ഇതിന്റെ പിന്നിലുണ്ട്. തലസ്ഥാനത്തെ തകർക്കുക എന്നുള്ളതാണ് ആ പോളിറ്റിക്സിന്റെ ലക്ഷ്യം. ഇനി രണ്ടാമത്തെ കത്ത്. ശ്രീ ഹരീഷ് നായർ, നിനക്കൊന്നും സ്വയം നന്നാകണമെന്നോ നാട് നന്നാകണമെന്നോ ഇല്ലയോ? ഇന്ത്യയിൽ മറ്റെങ്ങുമില്ലാത്ത മേന്മകളുള്ള ഒരു തുറമുഖം 40 വർഷമായി ചവിട്ടിത്താഴ്ത്തി വെച്ചു. ക്രമേണ അത് ഉയർന്നു വരുമ്പോൾ വല്ലാത്ത ചൊറിച്ചിൽ തന്നെയല്ലേ? ട്രിവാൻഡ്രം പോർട്ടിനെതിരെ എഴുതുന്ന ആളുകൾക്കുള്ള മറുപടിയായിട്ടാണ് ശ്രീ ഹരീഷ് നായർ ഇത് എഴുതിയത്. മൂന്നാമത്തത് ശ്രീ അശോക് കരുണാകരൻ. ദ വെരി സെയിം കമ്പനി ഹൂസ് ചെയർമാൻ ഓർ MD announced that, പേര് വ്യക്തമല്ല, ഏത് കമ്പനിയാണെന്നോ ഏത് ചെയർമാനാണെന്നോ പറയുന്നില്ല, അത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം. The very same company whose chairman or MD announced that there is no need of a shipyard in Pooar has gone ahead with plans to build one in Tamil Nadu. So they are okay as long as the new shipyard is not in Trivandrum district. ഇവിടെ വരരുത് എന്ന് മാത്രമാണ് ഇത്തരം താല്പര്യങ്ങളുള്ള രാജ്യസ്നേഹികൾക്ക് അവരുടെ താല്പര്യം ഇത് മാത്രമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ ഗെയിം പ്ലാൻ ഈസ് വെരി ക്ലിയർ. ഈ ഗെയിം പ്ലാൻ വളരെ പണ്ട് തന്നെ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ശ്രീ അശോക് കരുണാകരൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ തലസ്ഥാനം മാത്രമല്ല കേരളവും ഇന്ത്യയും ഇപ്പോഴും ഒരു പിന്നോക്ക രാജ്യമായി തുടരുന്നത്. The game plan is very clear. But unfortunately, we do not have the political clout to stand up and demand what is due to us. അതുകൊണ്ട് ശ്രീ അശോക് കരുണാകരൻ വിഷമിക്കണ്ട. തലസ്ഥാനത്തെ ജനപ്രതിനിധികൾ ഒരിക്കലും തലസ്ഥാനത്തെ ഡ്രൈവ് ചെയ്തിട്ടില്ല, തലസ്ഥാനത്തിന്റെ പ്രോജക്റ്റുകളെ ഡ്രൈവ് ചെയ്തിട്ടില്ല. ഡ്രൈവ് ചെയ്തത് മുഴുവൻ സാധാരണക്കാരാണ്. അശോക് കരുണാകരനും ശ്രീ ഹരീഷ് നായറിനെയും പോലുള്ളവരാണ്. ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ് ഈ തുറമുഖം കൊണ്ടുവന്നതെങ്കിൽ അവർ കപ്പൽശാലയും കൊണ്ടുവരും. ഇപ്പോൾ ഇവിടെ സാറ്റലൈറ്റ് നിർമ്മിക്കുന്നുണ്ട്, ഇവിടെ മിസൈൽ നിർമ്മിക്കുന്നുണ്ട്, ഇവിടെ റോക്കറ്റ് നിർമ്മിക്കുന്നുണ്ട്. ഇവിടെ ഇനി കപ്പൽശാല മാത്രമല്ല, കപ്പലുകൾ മാത്രമല്ല, വിമാനങ്ങളും അന്തർവാഹിനികളും കൂടി നിർമ്മിക്കുന്ന ഒരു കാലം വളരെ വിദൂരതയിലല്ലാതെ സംഭവിച്ചിരിക്കും.